പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഏറെ സന്തോഷമുള്ള, ഏറെ അനുഗ്രഹം ചൊരിയുന്ന ഒരു പരിശുദ്ധമായ ദിവസത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ. അത് മാർച്ച് 19. പ്രൈസലോ, ഹാലേലൂയ. ഔസേപ്പിതാവിൻ്റെ ആ മരണത്തിരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഓരോ വ്യക്തികളിലേക്കും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭയിൽ വളരെ ചുരുക്കം മാത്രമാണ് നമ്മൾ സഭയിൽ മരണത്തിരുന്നാൾ ആഘോഷിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. നമ്മൾ സ്നാപക യോഹന്നാൻ്റെ ശിരച്ഛേദന കർമ്മത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. നമ്മൾ ഇപ്പോൾ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുന്നു. സ്നാപക യോഹന്നാൻ്റെ ശിരസ്സിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ വളരെ ചുരുക്കം തിരുനാളുകളാണ് നമ്മളങ്ങനെ മരണത്തിരുനാളുകൾ സഭയിൽ ആഘോഷിക്കുന്നത്. അപ്പം വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണത്തിരുനാളാണ് മാർച്ച് 19. നമുക്കറിയാം, യാക്കോബിൻ്റെ ദാവീദിൻ്റെ വംശത്തിൽ യാക്കോബിൻ്റെ മകനായിട്ടാണ് വിശുദ്ധ ഔസേപ്പിതാവ് ജനിച്ച് ഔസേപ്പിതാവിൻ്റെ വളർന്ന് ഔസേപ്പിതാവ് തൻ്റെ നമുക്കറിയാം വിവാഹ നിശ്ചയമൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും വിശുദ്ധ ഔസേപ്പിതാവ് തളരാതെ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ദൈവത്തിലേക്ക് കൊടുത്തിട്ട് ആർക്കും മോശമായ ഒരു പേര് പറയാൻ തയ്യാറാകാതെ ഔസേപ്പിതാവ് തൻ്റെ കുടുംബത്തെ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്നു. ഇതാണ് ഔസേപ്പിതാവ്. തൻ്റെ തൊഴിൽ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്ന വിശുദ്ധ ഔസേപ്പിതാവ്. ഇതാണ് ഈ ഔസേപ്പിതാവിൻ്റെ തിരുനാളിൻ്റെ ഏറ്റവും വലിയ മഹത്വം. ഇതാണ് എല്ലാം വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്ന വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ അനുഗ്രഹം ഞങ്ങളിൽ ചൊരിയണമേ. വിശുദ്ധ ഔസേപ്പിതാവ് മരിക്കുമ്പോൾ ഈശോയ്ക്ക് 15 വയസ്സെന്നാണ് ചരിത്രകാരൻ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ അങ്ങനെ മരണത്തിൽ നിന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്, യേശുക്രിസ്തുവിന് ഈ മരണത്തിൽ നിന്ന് ഔസേപ്പിതാവിനെ മാറ്റിക്കൂടെ? പിതാവായ ദൈവം ഒരു മനുഷ്യൻ്റെ ജനനവും ഒരു മനുഷ്യൻ്റെ മരണത്തെയും പിതാവായ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിൽ നിന്ന് ആർക്കും മാറ്റിമറിക്കുവാൻ സാധ്യമല്ല. യേശുക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യത്തിൽ, യേശുക്രിസ്തുവിൻ്റെ വലിയ കൃപയിൽ വിശുദ്ധ ഔസേപ്പിതാവ് വളർന്നു വരുന്ന പോലെ വിശുദ്ധ ഔസേപ്പിതാവ് ഈശോയെ വളർത്തി വലുതാക്കുവാൻ പിതാവായ ദൈവം നിയോഗിച്ച വലിയ മനുഷ്യനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. ആ ഔസേപ്പിതാവിൻ്റെ വലിയ കൃപകൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തൊഴിലിൽ, നമ്മുടെ വരുമാന മാർഗത്തിൽ, സാമ്പത്തിക മേഖലകളിൽ, കുടുംബങ്ങളിൽ ലഭിക്കാത്ത എല്ലാ സന്തോഷവും നമുക്ക് ലഭിക്കണമേ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വലിയ അനുഗ്രഹം നമ്മൾ ചൊരിയട്ടെ. അനുഗ്രഹം ചൊരിയട്ടെ, കൃപ ചൊരിയട്ടെ, സമാധാനം ചൊരിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഔസേപ്പിതാവിൻ്റെ വലിയ കൃപ നമുക്കറിയാം. ഔസേപ്പിതാവിൻ്റെ എല്ലാ ദേവാലയങ്ങളിലും, ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥയിലുള്ള എല്ലാ ദേവാലയങ്ങളിലും ഇന്ന് ഊട്ടുനേർച്ചയൊക്കെ നടക്കുന്നതാണ്. അങ്ങനെ പല സ്ഥലങ്ങളിലായി ഈ ഊട്ടുനേർച്ചയിലൊക്കെ പങ്കെടുത്ത് ഔസേപ്പിതാവിൻ്റെ വലിയ അനുഗ്രഹം നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലുണ്ടാകട്ടെ. ഔസേപ്പിതാവിൻ്റെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു. മോറിയ മിനിസ്ട്രിയുടെ പ്രത്യേകമായി പ്രേ ഗ്രൂപ്പ് അംഗങ്ങൾക്കെല്ലാം ഔസേപ്പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം വഴി അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ മോറിയ മിനിസ്ട്രിയുടെ മധ്യസ്ഥൻ കൂടിയാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അതുകൊണ്ടാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പിന്, ഈ യൂട്യൂബ് ചാനലിനെ, നമ്മുടെ ശുശ്രൂഷകളെയൊക്കെ വിശുദ്ധ ഔസേപ്പിതാവ് വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഔസേപ്പിതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം നന്ദി ഈശോ വഴി നമുക്ക് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.